പ്രേക്ഷക പ്രിയ പരമ്പരകൾ പുതിയ സമയമാറ്റത്തോടെ ചട്ടമ്പിപ്പാറു എല്ലാ ദിവസവും രാത്രി 7 മണിക്കും കന്യാദാനം രാത്രി 7:30-നും. അതെ 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 ശരിയാ, ഞാൻ വിളിക്കാം. വിമൻസ് ക്ലബ്ബുകാരുടെ ചരിത്രത്തില് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിട്ടേ ഉണ്ടാവില്ല. ബർത്ത്ഡേകൾ നന്ദിനി, എടോ തന്നോടല്ലേ ഞാൻ സംസാരിക്കുന്നേ? അല്ല, എനിക്ക് പെണ്ണുങ്ങളെ മനസ്സിലാവുന്നേ ഇല്ല. എന്താ നിങ്ങളുടെയൊക്കെ പ്രശ്നം? എടോ, ഇന്ന് തന്റെ ബർത്ത്ഡേയാ. അത് ആഘോഷിക്കാവുന്ന ഏറ്റവും നല്ല രീതിയിലാണ് നമ്മൾ ആഘോഷിച്ചത്. എന്നിട്ട് മുഖത്ത് അറ്റ്ലീസ്റ്റ് ഒരു ചിരിയെങ്കിലും കാണണ്ടേ? എന്തിന്റെ പേരിലാണ് ഞാൻ ചിരിക്കേണ്ടത്? സാറിന്റെ അമ്മ തോറ്റുപോയതല്ലോ. അത്രയും പേരുടെ മുൻപിൽ വെച്ച് മാഡത്തിനെ സാർ അപമാനിച്ചതിനോ? എടോ, താൻ അതൊക്കെ വിട. തന്റെ ബർത്ത്ഡേ എന്റെ ബർത്ത്ഡേ എന്തിനാ സാർ ആഘോഷിക്കുന്നേ? എനിക്ക് താല്പര്യമില്ലാത്തടത്ത് എന്തിനാ എന്നെ കൂട്ടിക്കൊണ്ടു പോയത്? അപ്പോ തനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ല സാർ, മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു കാര്യവും നേടാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പത്മ മാഡത്തിന് അവാർഡ് കിട്ടിയത് മാഡത്തിന്റെ പ്രയത്നം കൊണ്ടാ. അത്രയും വലിയ ആളുകൾ വന്ന് അത് കൊടുക്കുമ്പോ ഒരു മകന്റെ ഉത്തരവാദിത്വം അതൊന്നും അല്ല സർ. അമ്മ ആ അവാർഡ് ഏറ്റുവാങ്ങുമ്പോ അവിടെ ചെന്ന് നിൽക്കണം, സന്തോഷിക്കണം, കൈയടിക്കണം. അതിന് പകരം പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചും എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്? ഞാൻ കരുതിയത് താൻ ഹാപ്പി ആയിരിക്കുന്ന. ഇപ്പൊ ഞാൻ ഹാപ്പി അല്ലായിരിക്കും, പക്ഷെ നാളെ നേരം വെളുക്കുമ്പോ മുതൽ എനിക്ക് ഹാപ്പി ആവാനുള്ളതെല്ലാം ഈ വീട്ടിൽ സംഭവിക്കും. നാളെ മുതൽ ഓരോ നിമിഷവും എന്നോടുള്ള പകരം വീട്ടിലായിരിക്കും. അത് സാറിന്റെ അമ്മ മാത്രമല്ല, ബാക്കി എല്ലാവരും ചെയ്യും. അങ്ങനൊന്നുമില്ല. ബാക്കി ആരെങ്കിലും തന്നോട് പക വിട്ടാൻ വന്നാ താനത് എന്നോട് പറഞ്ഞാ മതി. പറഞ്ഞിട്ട് സാറിന് ബഹളം വെക്കാനല്ലേ? ദാ, ഈ വീടിന്റെ രാജകുമാരി എന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് മുന്നിൽ നിർത്താനല്ലേ? എല്ലാവരോടും വിളിച്ചു പറഞ്ഞല്ലോ ഞാൻ ഈ വീടിന്റെ രാജകുമാരിയാണെന്ന്. സാറിന്റെ മനസ്സിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടോ? ഇല്ല സർ, സാർ എന്നെ കുറിച്ച് പറയുന്നതൊന്നും നന്നായിട്ടല്ല. സാറിന് സാറിന്റെ അമ്മയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാ. സാറിന്റെ മനസ്സിൽ ഞാനൊരു വേലക്കാരി മാത്രം, തോട്ടത്തിന് കാവല് നിന്നിരുന്ന സുദേവന്റെ മകള് മാത്രം, ഒരു ഗതിയില്ലാത്ത പെണ്ണ്. നന്ദിനി, യു ആർ റോങ്. ഞാൻ അങ്ങനെയൊന്നുമല്ല തന്നെ കുറിച്ച് കരുതുന്നത്. പിന്നെ എങ്ങനെയാ സർ പറയണം? അതെനിക്കറിയില്ല. നന്ദിനി, നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. ഇത് ഞാൻ തനിക്ക് വാങ്ങിയ പ്രസന്റാ. തീർന്നില്ലേ? കുറച്ചു മുമ്പ് വേറൊരു മുൾക്കിരിയുടെ അടുത്ത് എന്റെ തലയിൽ വെച്ചല്ലോ, അതുകൊണ്ട് മതിയായില്ലേ? അത് താൻ പറഞ്ഞ സത്യ. അത് അമ്മയെ കാണിക്കാൻ തന്നെയാ. പക്ഷേ ഇത് തനിക്കുള്ള റിയൽ ഗിഫ്റ്റാ. തനിക്കിത് ഇഷ്ടോ? എനിക്ക് വേണ്ട. ഇത് പൊട്ടിച്ചു നോക്കിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ താനത് വലിച്ചെറിഞ്ഞേക്ക്. വാങ്ങിക്ക. തുറക്ക്. ഇങ്ങോട്ട് താടോ, ഞാൻ തുറക്കാം. ഇഷ്ടായോ? എനിക്കറിയാം തനിക്ക് ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഇവരെന്ന്. ഇനി എപ്പോഴും ചായയൊക്കെ എടുത്ത് കുടിക്കുമ്പോ അനിത്യമാരുടെ ഒപ്പം കുടിച്ചോ. ഈ ഒരു ദിവസത്തില് ഈ ഒരു നിമിഷമെങ്കിലും താൻ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ് സർ.
ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ദേ കണ്ടോ, പിച്ചുന്റെ കണ്ണിലെ കുസൃതി മുഴുവനുണ്ട്. കാത്തു ഇടയ്ക്കൊക്കെ ചില പരിഭവം പറയില്ലേ, അതും ഉണ്ട് അവളുടെ മുഖത്ത്. എനിക്ക് നല്ല സന്തോഷായി സർ. ആദ്യമായിട്ടാ എന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതും ഇതുപോലെ ഗിഫ്റ്റ് കിട്ടുന്നതൊക്കെ.